വിഘ്നേഷ്, ജി പ്രകാശ്, വെങ്കട് പ്രഭു. കറാമിയിലെ ഒരു കുഞ്ഞു സ്ഥലത്ത് ഇത്രയും പേര് വന്ന് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയല്ലേ. നമ്മൾ ഇത്ര കാലം കൂടി ഉണ്ടായിട്ടും നമുക്ക് അങ്ങനെ ഒരു സ്പോട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. റീസെന്റ് ആയിട്ടാണ് അറിഞ്ഞ് കാണും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് അതുപോലെ തന്നെ ഫിലിം താരങ്ങൾ വന്ന് ഫുഡ് കഴിച്ച കറാമിയിലുള്ള ഒരു കുഞ്ഞി സ്പോട്ട് നമ്മൾ അറിയാൻ കുറച്ച് വൈകിപ്പോയി. ഇനി എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ തയ്യാറാക്കുന്ന ബിരിയാണി തന്നെയാണ്. നമ്മളും ഓർഡർ ചെയ്തു നല്ല ചിക്കൻ ബിരിയാണി. കടക്കാരനെ കളിയാക്കുന്ന കാച്ചാറ് കഴിച്ചു നോക്കട്ടോ. ചൂടുണ്ട് കേട്ടോ, നല്ല മണല്ലേ. പൊളിയില്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കണ അടിപൊളി സാധനം. ഇത് കൊഞ്ചം നമ്മങ്ങനത്തെ ടച്ച് വരുന്നുണ്ട്. സംഭവം കൊള്ളാം, പറഞ്ഞോളൂ. അതേപോലെ പറഞ്ഞ ഹൈപ്പിനുണ്ടോ? പറഞ്ഞ ഹൈപ്പിനുണ്ട്. നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങി. അപ്പോഴാണ് ഇവര് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ജിഗർദണ്ഡ തന്നത്. ജിഗർദണ്ഡ എന്ന് പറയുന്നത് തമിഴ്നാട് അറിയണവർക്ക് അറിയാം. തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ജിഗർദണ്ഡ. ജിഗർദണ്ഡ വേറെ സ്പെഷ്യൽ എന്താണെന്ന് അറിയോ? ഇതിലിടുന്ന ഐസ്ക്രീം വേറെ ഏതോ ഐസ്ക്രീം അല്ല, ഇവരുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഇവര് സ്വന്തമായിട്ട് ചെയ്യുന്ന ഐസ്ക്രീമാണ്, അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഫ്ലേവർ എടുത്തിടുന്ന സാധനമാണ്. നമ്മൾ വന്ന് കഴിച്ചു. സത്യം പറയാലോ, പാലക്കാട് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, തമിഴ്നാട് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ കറാമിയിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കുഞ്ഞു റെസ്റ്റോറന്റ് ആണ്. ചെറിയ സ്പേസ്, ബട്ട് എന്നിരുന്നപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കാരത്താർ റെസ്റ്റോറന്റ്. നിങ്ങളുടെ പേരെന്താ? സുജയ്. ലൊക്കേഷൻ വരുന്നത് കറാമ ദുബായ്. ദുബായ് ഫ്രെയിമിന്റെ നേരെ ഓപ്പോസിറ്റ്. ജസ്റ്റ് കാരസാരം കറാമ എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾ ഗൂഗിൾ ലൊക്കേഷനിൽ. ഓക്കെ.